പണ്ടൊരു ഇമാമ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മ മരിക്കണതിൻ്റെ മുമ്പ് മരിക്കാനും എനിക്ക് പേടിയാണ്, എൻ്റെ ഉമ്മ മരിച്ചതിൻ്റെ ശേഷം ജീവിക്കാനും എനിക്ക് പേടിയാണ്. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കി നിങ്ങൾ ഈ വാക്ക്. ഉമ്മ മരിക്കണതിൻ്റെ മുമ്പ് മരിക്കാൻ പേടി എന്താ? ഉമ്മാനെ നോക്കാൻ പിന്നെ ആരാ ഉണ്ടാവുക? ഉമ്മാനെ ശുശ്രൂഷിച്ചിട്ട് എനിക്ക് കൂലി വാങ്ങാൻ കഴിയൂലല്ലോ. ഉമ്മ മരിക്കണതിൻ്റെ മുമ്പ് ഞാൻ മരിച്ചാൽ. ഉമ്മ മരിച്ചതിൻ്റെ ശേഷം ജീവിക്കാനുള്ള പേടി എന്തുകൊണ്ടാണ്? എങ്ങനെയാ പിന്നെ ജീവിക്കുക? എങ്ങനെ പെരേക്ക് കയറിച്ചില്ല? എത്ര വർഷമായിട്ട് ഉമ്മ മരിച്ച മക്കൾ ഈ സദസ്സിലുണ്ടെങ്കിലും ഒരു നിമിഷം അവർ ആലോചിക്കും, ഓരോ ഉമ്മാന്റെ ആണ്ട് വരുമ്പോഴും ഉമ്മയില്ലാത്ത വീട് അല്ലേ, ഉമ്മയില്ലാത്ത വീട്. ആദ്യത്തെ ഉമ്മ മരിച്ച 3 ദിവസമൊക്കെ വീട്ടിൽ ആളും ബഹളവാ. എല്ലാവരും ആണ്ട് പിരിഞ്ഞു പോയിട്ട് തഅസിയത്തിന്റെ ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഉറ്റവരും ഉടയവരൊക്കെ അവനാന്റെ കുടിക്ക് അന്തപ്പക്കം മിന്തപ്പക്കാണ്ട് പോയതിന്റെ ശേഷം ഉണ്ടല്ലോ, പെരേലുണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു ശൂന്യത. ഒരു മുറിക്കും ചെല്ലാൻ വയ്യ. അവിടെ ഉമ്മാന്റെ പർദ്ദ, ഇവിടെ ഉമ്മാന്റെ ഷാള്, ഇവിടെ ഉമ്മ വെച്ച കഞ്ഞിപ്പാത്രം. അടുക്കളയിൽ നിന്ന് എങ്ങനെ ഇനി കഞ്ഞി കുടിക്കുക? നമ്മൾ ചിന്തിക്കണം. ഉമ്മ